വെൽക്കം ബാക്ക് ടു ലെങ്ത് അക്കാഡമി. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 6th സോഷ്യൽ സയൻസ് ടെക്സ്റ്റ് ബുക്കിലെ 6th ചാപ്റ്റർ ആണ്, വൈവിധ്യങ്ങളുടെ ലോകം എന്നതാണ് ഈ പാഠഭാഗത്തിന്റെ പേര് വരുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ട് നമ്മൾ ലാസ്റ്റ് 5 ചാപ്റ്റേഴ്സും ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ ചാപ്റ്ററിൽ എന്താണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട്സ് എന്ന് നോക്കാം. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം തന്നെ 3 ചിത്രങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. മൂന്നിലും വ്യത്യസ്തമായ സസ്യജാലങ്ങളെ കുറിച്ചും ജീവിത രീതികളെ കുറിച്ചൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായിരിക്കും ഇതിലെ വ്യത്യാസം? കാലാവസ്ഥാ സാഹചര്യങ്ങളിലെ വ്യത്യാസമാണ് ഇതിന്റെ പ്രധാന കാരണം. കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങളെ കാലാവസ്ഥാ മേഖലകൾ എന്നറിയപ്പെടുന്നു. എന്താണ്? കാലാവസ്ഥാ സവിശേഷതകളിൽ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങൾ കാലാവസ്ഥാ മേഖലകൾ അഥവാ ക്ലൈമറ്റിക് റീജിയൻസ് എന്നറിയപ്പെടുന്നു. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ കുറച്ച് ചാപ്റ്റേഴ്സിലൊക്കെ ആയിട്ട് വൻകരകളെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓരോ വൻകരകളിലും വ്യത്യസ്തമായ കാലാവസ്ഥാ മേഖലകളായിരിക്കാം ഉണ്ടായിരിക്കുന്നത്. അപ്പൊ അതിൽ ചില മേഖലകളെ കുറിച്ചിട്ടാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. കാലാവസ്ഥാ മേഖലകളെ 3ആയി തരംതിരിച്ചിട്ടുള്ളതാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത്. ആദ്യത്തെ വരുന്നത് എന്താണ്? മഴയൊഴിയാത്ത ഉഷ്ണഭൂമികളെ കുറിച്ചിട്ടാണ്. ഇവിടെ ചിത്രത്തിലെ പിഗ്മി എന്ന് പറയുന്ന ആഫ്രിക്കയിലെ കോങ്കോ നദീതടത്തിലുള്ള ഒരു ഗോത്രവർഗ്ഗക്കാരെയാണ് കാണിച്ചിട്ടുള്ളത്. ഉയരം കുറഞ്ഞ ശരീരപ്രകൃതവും ഇരുണ്ട നിറമാണ് ഇവർക്കുള്ളത്. ഇവരുടെ പ്രധാന ഭക്ഷണം എന്ന് പറയുന്നത് കസാവ അഥവാ മരച്ചീനിയാണ്. പിന്നെ കായ്ക്കനികളും വേട്ടയാടി കിട്ടിയ മാംസവും ഇവർ ഭക്ഷണമാക്കാറുണ്ട്. മാനിന്റെ തുകലും ഇലകളും വസ്ത്രങ്ങളായി ഉപയോഗിക്കാറുണ്ട്. മരച്ചില്ലകളും വലിയ ഇലകളും ഓലകളും കൊണ്ട് അർദ്ധവൃത്താകൃതിയിലാണ് ഇവർ വീടുണ്ടാക്കുന്നത്. അതിന്റെ ചിത്രമാണ് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ശ്രദ്ധിക്കാനുള്ളത് ഇത് മാത്രമാണ്. പിഗ്മികളുടെ മുഖ്യ അധിവാസ മേഖല ആഫ്രിക്കയിലെ കോങ്കോ നദീതടമാണ് എന്നുള്ളത് മാത്രമാണ് നമുക്ക് അതിൽ നിന്ന് ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് വരുന്നത്. ഇവിടെ ഈ ഒരു ജനവാസ മേഖലയിൽ അല്ലെങ്കിൽ ഈ പറയുന്ന പിഗ്മികളുടെ ഈ ഒരു ആഫ്രിക്കയിൽ വരുന്ന ഈ ഭൂഭാഗത്ത് എന്തൊക്കെയായിരിക്കും അവിടുത്തെ സവിശേഷതകൾ? വർഷം മുഴുവൻ ഉയർന്ന അന്തരീക്ഷ താപം. എന്താണ്? വർഷം മുഴുവൻ ലഭിക്കുന്ന ഉയർന്ന അന്തരീക്ഷ താപം. അതേസമയം തന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ലഭിക്കുന്ന ഇടിമിന്നലോട് കൂടിയ മഴ. വൻമരങ്ങൾ, വള്ളിപ്പടർപ്പുകൾ, അടിക്കാടുകൾ, പായൽവർഗ സസ്യജാലങ്ങൾ, മരവാഴകൾ തുടങ്ങി ഇടതൂർന്ന് വളരുന്ന നിത്യഹരിത സസ്യങ്ങൾ, വൈവിധ്യമാർന്ന ജന്തുക്കൾ. ഈ പറഞ്ഞ സവിശേഷതകളൊക്കെ ഈ ഭൂഭാഗങ്ങളിൽ കാണുന്നതാണ്. അപ്പോ നമുക്കൊരു സംശയം, ഭൂമിയിലെ ഈ പറയുന്ന സ്ഥലത്ത് മാത്രമാണോ ഇത്തരം സവിശേഷതകൾ ഉണ്ടാവുന്നത്? നമ്മളിപ്പോ ഭൂമിയിലെ എല്ലാ പ്രദേശത്തും സൂര്യപ്രകാശത്തിന്റെ ലഭ്യത ഒരുപോലെയല്ല എന്ന് കഴിഞ്ഞ ചാപ്റ്ററിലെ ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭൂമധ്യരേഖയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്നു എന്നതാണ് ഈ മേൽപ്പറഞ്ഞ കാലാവസ്ഥാ സവിശേഷതയ്ക്കുള്ള കാരണം എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഭൂമധ്യരേഖയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന മറ്റ് സ്ഥലങ്ങൾക്കും ഈ സവിശേഷതകൾ കാണേണ്ടതല്ലേ? അപ്പോ അത് സത്യം തന്നെയാണ്. അതായത് തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലും തെക്ക് കിഴക്കേ ഏഷ്യയിലെ മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിലും ഇതേ സവിശേഷതകൾ നമ്മൾ നിലനിൽക്കുന്നുണ്ട്. അതായത് ആമസോൺ തടത്തിലെ ഗോത്രവർഗ്ഗക്കാർ, മലേഷ്യയിലെ സെമാങ്ങുകൾ, ഇന്തോനേഷ്യയിലെ കുബു ദയാക് തുടങ്ങിയ ജനവിഭാഗങ്ങൾ പിഗ്മികളെ പോലെ വനങ്ങളിൽ വസിക്കുന്നവരാണ്. അപ്പോ ഈ പറഞ്ഞ കാലാവസ്ഥ മേഖലയെ എന്തായിരിക്കും വിളിക്കുന്നുണ്ടായിരിക്കാം? ഈ മേൽപ്പറഞ്ഞ പ്രദേശങ്ങളെല്ലാം വരുന്നത് ഭൂമധ്യരേഖയിൽ നിന്ന് 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ മേഖലയെ മധ്യരേഖ കാലാവസ്ഥാ മേഖല അഥവാ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ നമ്മൾ ആദ്യത്തെ കാലാവസ്ഥ മേഖലയെ കുറിച്ച് പറയാണ്. ഏതാണ്? മധ്യരേഖ കാലാവസ്ഥ മേഖല അഥവാ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ. ഭൂമധ്യരേഖയിൽ നിന്ന് 10 ഡിഗ്രി തെക്കും 10 ഡിഗ്രി വടക്കും അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഈ ഒരു കാലാവസ്ഥ മേഖല എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? ഇവിടുത്തെ ആൾക്കാരുടെ പേരുകൾ നമ്മൾ പറഞ്ഞു. ഓൾറെഡി നമ്മൾ പറഞ്ഞത് എന്താണ്? ആഫ്രിക്കയിലെ പിഗ്മികൾ വരുന്നുണ്ട്, ആമസോൺ തടത്തിലെ ഗോത്രവർഗ്ഗക്കാർ വരുന്നുണ്ട്, മലേഷ്യയിലെ സെമാങ്ങുകൾ, ഇന്തോനേഷ്യയിലെ കുബു ദയാക്ക് തുടങ്ങിയ ജനവിഭാഗങ്ങൾ ഈ പിഗ്മികളെ പോലെ തന്നെ വനങ്ങളിൽ വസിക്കുന്നവരാണ്. ഇവിടെ ഈ പറയുന്ന മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ എന്തൊക്കെയാണ് പ്രത്യേകതകൾ എന്നാണ് നമ്മൾ അടുത്തത് നോക്കുന്നത്. മഹാഗണി, എബണി, റോസ്വുഡ് തുടങ്ങിയ കാഠിന്യമേറിയ മരങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന നിബിഡ വനങ്ങളാണ് ഇവിടെ കൂടുതലായിട്ടുള്ളത്. ഇപ്പോ വൻമരങ്ങൾ കൊണ്ട് സമൃദ്ധമാണ് ഈ ഒരു ഏരിയ എന്നാണ് ഈ ഒരു ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. ഇവിടെ മഴയും സൂര്യപ്രകാശവും ലഭിക്കുന്നതിനാൽ ഈ വനങ്ങളിലെ മരങ്ങൾ ഇല പൊഴിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ വനങ്ങളെ മധ്യരേഖ നിത്യഹരിത വനങ്ങൾ അഥവാ ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ വനങ്ങളെ എന്ത് വിളിക്കുന്നു? നമ്മൾ മധ്യരേഖ നിത്യഹരിത വനങ്ങൾ അഥവാ ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന് വിളിക്കുന്നു. അപ്പോ ഇവിടെയുള്ള ആൾക്കാരുടെ പ്രധാന ഉപജീവന മാർഗം എന്തായിരിക്കും? ഈ വനങ്ങളിൽ നിന്നുള്ള വിഭവശേഖരണം തന്നെയായിരിക്കും അല്ലെ? അതുപോലെ തന്നെ ഈ നിബിഡമായ വനമാണെന്ന് നമ്മൾ ഓൾറെഡി പറയും, ഇമ്പോർട്ടന്റ് ആണ്. അതായത് ആൾക്കുരങ്ങുകള്, ലെമർ, ഓറാങ്ങുട്ടൻ തുടങ്ങിയ കുരങ്ങ് വർഗ്ഗങ്ങള്, അതുപോലെ തന്നെ വ്യത്യസ്ത തരം പക്ഷികള്, അങ്ങനെ പലതരത്തിലുള്ള നല്ല വൈവിധ്യപൂർണമാണ് ഇവിടുത്തെ ജന്തുജാലങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ?
ഇനി നമുക്ക് ഇവിടെ ഒരു ചെറിയ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആമസോൺ തടത്തിലെ ജൈവ വൈവിധ്യം എന്നതാണ് ആ ബോക്സിന്റെ ഹെഡിങ് വരുന്നത്. നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റ് മാത്രമേ ഇരുന്നുള്ളൂ. തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലാണ് ലോകത്തിലെ ഏറ്റവും വിശാലവും ജൈവ വൈവിധ്യ സമ്പന്നവുമായ മഴക്കാടുകൾ അഥവാ റെയിൻ ഫോറസ്റ്റ് സ്ഥിതി ചെയ്യുന്നത്. അവിടെയുള്ള ജൈവ വൈവിധ്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് പിന്നീട് ആ പാരഗ്രാഫിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നമുക്ക് അത്ര ആവശ്യമില്ല. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ മധ്യരേഖ കാലാവസ്ഥാ മേഖലയില് വരുന്നതാണ് ഈ ഇലപൊഴിയാത്ത കാടുകൾ എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു ഡൗട്ട് തോന്നിയേക്കാം, ഈ മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ കൂടുതലും അല്ലെങ്കിൽ എല്ലാ പ്രദേശങ്ങളും വനങ്ങളാണെന്ന്. കേട്ടോ, ഈ മേഖലയിൽ ഉൾപ്പെട്ട ബ്രസീൽ, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ കൃഷി, ഖനനം, വ്യവസായം എന്നീ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി നടത്തുന്ന പ്രദേശങ്ങളുണ്ട്. അതായത് ആ പ്രദേശങ്ങളൊക്കെ ഇപ്പൊ വൻ നഗരങ്ങളായി മാറിക്കഴിഞ്ഞുണ്ട്. 10 ഡിഗ്രി തെക്ക് തൊട്ട് 10 ഡിഗ്രി വടക്ക് വരെ വരുന്ന ഭൂമധ്യരേഖയ്ക്ക് അടുത്ത് വരുന്ന ഈ പ്രദേശത്തിന് നമ്മൾ മധ്യരേഖ കാലാവസ്ഥാ മേഖല എന്ന് പറഞ്ഞു അല്ലെ. ആ മേഖലയിൽ ഈ നിബിഡമായ വനങ്ങൾ മാത്രമല്ല എന്നുള്ളതും കൂടെ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കാം. അടുത്ത മേഖലയെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്, മഴയെത്താത്ത മണൽ പരപ്പുകൾ. കലാഹാരിയിലെ ബുഷ്മൻ എന്നറിയപ്പെടുന്ന ഗോത്രവർഗ്ഗക്കാർ, പശ്ചിമ സഹാറയിലെ ത്വാറങ് വംശജർ, അറേബ്യൻ മരുഭൂമിയിലെ ബെഡോയിനുകൾ. ഇതൊക്കെ എന്താണ്, ഈ പറയുന്ന മരുഭൂമിയിലുള്ള ജീവിക്കുന്നതായിട്ടുള്ള ആൾക്കാരുടെ പേരുകളാണ്. അത് ഇമ്പോർട്ടന്റ് ആണ്. ചിലപ്പോൾ നമുക്ക് മാച്ച് ദ ഫോളോയിങ് ഒക്കെ ചോദിച്ചേക്കാം. SCRT-ന്ന് എവിടെ നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നമുക്ക് ഒരിക്കലും പ്രിഡിക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്തായാലും ആ പോയിന്റ്സ് ഒക്കെ ശ്രദ്ധിക്കുക എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഇവിടെ ഉണ്ടാകുന്ന ഇപ്പൊ നമ്മൾ പറഞ്ഞാല് ഈ പറഞ്ഞ ബുഷ്മൻ, ത്വറാങ്, ബെഡോയിൻ എന്ന് പറയുന്ന മനുഷ്യരുടെ ജീവിത രീതികൾക്കും വ്യത്യസ്തത ഉണ്ടായിരിക്കാം അല്ലെ. ഈ പറയുന്ന നല്ല കൊടും ചൂടായിരിക്കും. അപ്പൊ ആ ചൂടിനെ അതിജീവിക്കാൻ കഴിയുന്നതായിരിക്കും അവരുടെ വസ്ത്ര രീതികളായാലും ജീവിത രീതികളായാലും. ഇനി രണ്ട് അർദ്ധഗോളങ്ങളിലും 20 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ പൊതുവെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് ഉഷ്ണമരുഭൂമികളുടെ സ്ഥാനം വരുന്നത്. എന്താണ്, 20 ഡിഗ്രി ടു 30 ഡിഗ്രി വരുന്ന അക്ഷാംശങ്ങൾക്കിടയിലെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗത്തായിട്ടാണ് സാധാരണ രീതിയിൽ മരുഭൂമികളുടെ സ്ഥാനം കാണുന്നത്. ഇവിടെ കുറച്ച് മരുഭൂമികളും അതിന് ഏത് വൻകരയിൽ ഉൾപ്പെടുന്നു എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ടേബിൾ ഇമ്പോർട്ടന്റ് ആയി അറിഞ്ഞിരിക്കേണ്ടതാണ്. അപ്പോൾ സഹാറ മരുഭൂമി വരുന്നത് ഏത് വൻകരയിലാണ്? ആഫ്രിക്കൻ വൻകരയിലാണ്. അതുപോലെ കലഹാരി എന്ന് പറയുന്ന മരുഭൂമിയോ, അതും വരുന്നത് ആഫ്രിക്കയിൽ തന്നെയാണ്. അറേബ്യൻ മരുഭൂമിയും താർ മരുഭൂമിയും വരുന്നത് എവിടെയാണ്? ഏഷ്യ വൻകരയിൽ ഉൾപ്പെടുന്നതാണ്. ഗ്രേറ്റ് ആസ്ട്രേലിയൻ മരുഭൂമി ആസ്ട്രേലിയൻ വൻകരയിൽ ഉൾപ്പെടുന്നതാണ്. അറ്റകാമ വരുന്നത് സൗത്ത് അമേരിക്കയിലാണ്. മൊഹേവ് വരുന്നത് ഏതിലാണ്? നോർത്ത് അമേരിക്കയിലാണ്. അപ്പൊ ഇത്രയും മരുഭൂമികളും അത് ഏത് വൻകരകളിൽ ഉൾപ്പെടുന്നു എന്നുള്ളതും നമുക്ക് അറിഞ്ഞിരിക്കേണ്ട പോയിന്റ്സ് തന്നെയാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ്സും ഇമ്പോർട്ടന്റ് ആയി ശ്രദ്ധിക്കുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി എന്തായാലും അടുത്തൊരു ഭാഗത്തിലേക്ക് നോക്കാം. ഈ മരുഭൂമികളുടെ പ്രത്യേകതകൾ എന്തായിരിക്കും? പകല് താപം വളരെ കൂടുതലും എന്നാൽ രാത്രി താപം വളരെ കുറവുമാണ് ഇവിടെ. ഉഷ്ണകാലം ചുട്ടുകൊള്ളുന്നതാണെങ്കിലും ശൈത്യകാലത്ത് വളരെ കുറഞ്ഞ അന്തരീക്ഷ താപമാണ് അനുഭവപ്പെടുന്നത്. മഴയാണെങ്കിൽ തീരെ കുറവുമാണ്. ഇവിടെ കൂടുതലായി കാണുന്നത് ഈ കള്ളിമുൾ ചെടികളാണ്. ഉയർന്ന താപവും വരണ്ട കാറ്റും ജലദൗർലഭ്യവും അനുഭവപ്പെടുന്ന ഉഷ്ണമരുഭൂമികളിൽ കള്ളിമുൾ ചെടികൾ, അക്വേഷ്യ തുടങ്ങിയവയാണ് പ്രധാന സസ്യജാലങ്ങൾ വരുന്നത്. ഈ കള്ളിമുൾ വർഗ സസ്യങ്ങൾക്ക് എന്താണ്, ഇലകളില്ല, മാംസളമായ കാണ്ഡമാണ് ഇവയ്ക്കുള്ളത്. ഉഷ്ണമരുഭൂമിയിലെ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ ഉതകുന്ന അനുകൂലനങ്ങളുള്ള ജന്തുവർഗ്ഗങ്ങളാണ് ഇവിടെയുള്ളത്. ഒട്ടകം, കഴുത, കുതിര, കുറുക്കൻ, പാമ്പുവർഗ്ഗങ്ങള്, തേള് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ ഇതിൽ ഉൾപ്പെടുന്നതാണ്. അതായത് ആ ഒരു സാഹചര്യമായിട്ട് അഡാപ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ജന്തുവർഗ്ഗങ്ങളാണ് അവിടെയുള്ളത്. വേട്ടയാടലും കന്നുകാലി വളർത്തലുമാണ് ഇവിടെയുള്ള ഉഷ്ണമരുഭൂമികളിലെ ഗോത്രവർഗ ജനവിഭാഗങ്ങളുടെ പ്രധാന ജീവിതോപാധി എന്ന് പറയുന്നത്. മാംസ്യം, പാല്, തിനവിളകള്, ഈന്തപ്പഴം തുടങ്ങിയവ ഇവരുടെ പ്രധാന ഭക്ഷണമാണ്. മരുഭൂമികളിലെ ജലലഭ്യത ഉള്ള പ്രദേശങ്ങളാണ് മരുപ്പച്ചകൾ എന്ന് വിളിക്കുന്നത്. ആ ഒറ്റപ്പെട്ട കാണുന്ന ഈ ഒരു ജലാശയങ്ങളെ ചുറ്റിപ്പറ്റിയിട്ടായിരിക്കും സസ്യങ്ങളായാലും ജന്തുക്കളും കൂടുതൽ ജനവാസ മേഖലകളും ഈ ഒരു മരുപ്പച്ചകൾക്ക് ചുറ്റുമായിട്ടായിരിക്കും ഉണ്ടാവുന്നത്. അതാണ് നമുക്കിവിടെ ചിത്രത്തിലും കൊടുത്തിട്ടുള്ളത്. ഈ ഉഷ്ണ മരുഭൂമികളിലെ സ്ഥിരം ജനവാസ മേഖലകൾക്ക് ഉദാഹരണമാണ് ആഫ്രിക്കയിലെ നൈൽ നദീതടം. അതുപോലെ തന്നെ കൃഷിയും കന്നുകാലി വളർത്തലുമാണ് നൈൽ നദീതടത്തിലെ മുഖ്യ മനുഷ്യ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഗോതമ്പ്, ചോളം, പഴവർഗ്ഗം, പച്ചക്കറി, പരുത്തി തുടങ്ങിയവ പ്രധാന കാർഷിക വിളകളാണ്. ഉഷ്ണ മരുഭൂമികളിൽ പലതും ധാതു നിക്ഷേപങ്ങളാൽ സമ്പന്നമാണ്. നമുക്ക് ഈ ഒരു ടേബിളിൽ പറയുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഇതാണ്. ഈജിപ്റ്റ് എന്ന് പറയുന്നത് നൈലിന്റെ ദാനം എന്നറിയപ്പെടുന്നു. ഈജിപ്തിന് എന്താണ് പറയുന്നത്? നൈലിന്റെ ദാനം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതേസമയം നൈലിനെ ഈജിപ്തിന്റെ ജീവരക്തം എന്നും വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ രണ്ട് വിശേഷണങ്ങളാണ് നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു ടേബിളിൽ മെയിൻ ആയിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് എടുത്ത് പറയുന്ന രണ്ട് പോയിന്റ്സ്. ഈജിപ്തിന് നൈലിന്റെ ദാനം എന്നും നൈലിനെ ഈജിപ്തിന്റെ ജീവരക്തം എന്നും വിശേഷിപ്പിക്കുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മരുഭൂമികളിലായാലും ധാതു നിക്ഷേപങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളെ ഖനന പ്രവർത്തനങ്ങള് ആ പ്രദേശങ്ങളുടെ വികസനത്തിന് കാരണമാകുന്നുണ്ട്. അങ്ങനെയാണ് അറേബ്യൻ നാടുകളിലെ നഗരങ്ങളൊക്കെ ഇതിന് ഉദാഹരണമായിട്ട് പറയുന്നതാണ്.
ഓക്കെ ആണല്ലോ. മരുഭൂമിയിലെ കപ്പൽ നമുക്കറിയാലേ. മരുഭൂമിയിലെ പ്രധാന മൃഗം എന്ന് പറയുന്നത് ആരാണ്? ഒട്ടകമാണ്. ചുമടുകൾ കൊണ്ടുപോകുന്നതിനായാലും സഞ്ചാരത്തിനായാലും മരുഭൂമികളിലെ ഒട്ടകങ്ങളെയാണ് കൂടുതലായിട്ട് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് തന്നെ മരുഭൂമിയിലെ കപ്പൽ എന്നാണ് ഇവയെ വിശേഷിപ്പിക്കുന്നത്. ഇവരുടെ ശരീരത്തിന് ആവശ്യമായ ജലം സംഭരിച്ച് സൂക്ഷിക്കാൻ അറകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അതുകൂടാതെ തന്നെ ശരീര താപനില മിതമായി നിലനിർത്താനുള്ള കഴിവുമുണ്ട്. അതുകൂടാതെ കാൽവിരലുകൾ മണലിൽ പുതയാതെ ചേർന്നിരിക്കുന്നതും ഇവർക്ക് സഹായകമാണ്. ഇരട്ടി കൺപോളകൾ ഉള്ളതുകൊണ്ട് ഇരട്ട കൺപോളകളും നീണ്ട കൺപീലികളും മണൽക്കാറ്റിൽ നിന്ന് ഇവർക്ക് സംരക്ഷണം നൽകുന്നുണ്ട്. മരുഭൂമിയിലുള്ള ആൾക്കാരുടെ വസ്ത്രധാരണത്തിലെ വ്യത്യാസമാണ് ഇവിടെ ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള ആൾക്കാർ ധരിക്കുന്ന വസ്ത്രങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. നമുക്ക് അത്യാവശ്യമായ പോയിന്റ്സ് മാത്രമാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ അടുത്തത് വരുന്നത് മഞ്ഞുരുകാത്ത നാട്ടിൽ, അതായത് ഇന്യൂട്ട് ഗോത്രവർഗ്ഗക്കാരുണ്ടല്ലോ, നല്ല ശൈത്യ മേഖലകളിൽ താമസിക്കുന്ന ആൾക്കാരാണ് ഈ ഇന്യൂട്ട് ഗോത്രവർഗ്ഗക്കാർ എന്ന് പറയുന്നത്. അവരെ താൽക്കാലികമായി ഉണ്ടാക്കുന്ന വാസസ്ഥലങ്ങളാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ പേരെന്താണ്? ഇഗ്ലു എന്നാണ് പേര്. ഇന്യൂട്ട് ഗോത്രവർഗ്ഗക്കാരാണ് ഈ ഒരു ഇഗ്ലു ഉണ്ടാക്കുന്നത്. വടക്കേ അമേരിക്ക, യൂറേഷ്യ എന്നീ വൻകരകളുടെ വടക്ക് ഭാഗത്ത് സ്ഥിരമായി മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളിൽ വസിക്കുന്നവരാണ് ഇവര്. ഇവരെ സംബന്ധിച്ചിടത്തോളം വർഷത്തിലെ തുടർച്ചയായി 6 മാസക്കാലം എന്താണ്? പകലും പിന്നെ തുടർന്ന് രാത്രിയാണ്. ഇന്യൂട്ടുകള് വേനൽക്കാലത്ത് സീൽ, റെയിൻഡിയർ, ഹിമക്കരടി തുടങ്ങിയ മൃഗങ്ങളെ വേട്ടയാടുന്നുണ്ട്. ഇവയുടെ മാംസം ഭക്ഷണമായും തുകൽ വസ്ത്രമായും എല്ലും കൊമ്പും ഒക്കെ ആയിട്ട് ആയുധമായിട്ടും, എല്ലുകളും കൊമ്പുകളും എന്താണ്? ആയുധങ്ങളായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ ധാരണം തന്നെ വ്യത്യസ്തമാണ്. ഇത്രയും കഠിനമായ തണുപ്പിൽ നിന്ന് നേടാനുള്ള വസ്ത്രങ്ങളൊക്കെ ആയിരിക്കും ഇവര് ധരിക്കുന്നുണ്ടായിരിക്കാം. ഇനി നമുക്ക് ഇവിടെ വരുന്ന ഇമ്പോർട്ടന്റ് പോയിന്റ് ഇതാണ്. ഉത്തരാർദ്ധഗോളത്തിൽ ആർട്ടിക് വൃത്തത്തിന്, അതായത് 66° വടക്ക്, അതാണ് ആർട്ടിക് വൃത്തം എന്ന് പറയുന്നത്. വടക്ക് ഉത്തര ധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന ഈ കാലാവസ്ഥ മേഖലയാണ് തുന്ദ്ര മേഖല എന്ന് പറയുന്നത്, അഥവാ തുന്ദ്ര റീജിയൻ എന്ന് വിളിക്കുന്നു. ആർട്ടിക് വൃത്തത്തിന് ഉത്തര ധ്രുവത്തെ ചുറ്റി സ്ഥിതി ചെയ്യുന്ന കാലാവസ്ഥ മേഖലയാണ് തുന്ദ്ര മേഖല എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ ആണല്ലോ. ഇവിടുത്തെ ഏറ്റവും കൂടിയ ചൂടൊക്കെ വരുന്നത് ഒരു 10°C ഒക്കെയാണ്. ഓക്കെ ആണല്ലോ. ഇവിടുത്തെ ആൾക്കാരുടെ ജീവിത രീതികളും ഇവിടെ കാണുന്നതായ ജൈവ വൈവിധ്യങ്ങളും വ്യത്യസ്തമാണ്. അവർക്ക് ഈ ഒരു കാലാവസ്ഥയായിട്ട് അഡാപ്റ്റ് ചെയ്ത് പോകാവുന്ന ജീവജാലങ്ങളാണ് അവിടെ ഉള്ളതെന്ന് നമുക്ക് ചിത്രത്തിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട്. നമ്മള് 3 കാലാവസ്ഥാ മേഖലകളെ കുറിച്ചിട്ട് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഏതൊക്കെയായിരുന്നു? മധ്യമേഖലയിലുള്ള, അതായത് ഭൂമധ്യരേഖയുടെ 10° വടക്കും 10° തെക്കും വരുന്ന കാലാവസ്ഥാ മേഖലയെ കുറിച്ച് പറഞ്ഞു. 20° to 30°ക്ക് ഇടയിൽ വരുന്ന മരുഭൂമികൾ കാണുന്ന ഒരു കാലാവസ്ഥയെ കുറിച്ച് പറഞ്ഞു. തുന്ദ്ര മേഖലയെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ 3 കാലാവസ്ഥാ മേഖലകളെ കുറിച്ച് പറഞ്ഞു. ഇനി താപീയ മേഖലകൾ എന്താണെന്നാണ് പറയുന്നത്. ഇവിടെ 0°C അടയാളപ്പെടുത്തിയിരിക്കുന്നതാണ് നമ്മുടെ ഭൂമധ്യരേഖ എന്ന് പറയുന്നത്. ഈ ഭൂമധ്യരേഖയുടെ 30° വടക്കും 30° തെക്കിനും ഇടയിൽ വരുന്ന ഏരിയയാണ് ഉഷ്ണമേഖല എന്ന് പറയുന്നത്. എന്നാൽ 30° തൊട്ട് 65° വരെ വരുന്ന ഏരിയ മിതോഷ്ണ മേഖലയാണ്. അതിന് മുകളിലേക്ക് 90° വരുന്നത് ശൈത്യമേഖലയാണ്. അപ്പൊ മെയിൻ ആയിട്ട് 3 ആയിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്: ഉഷ്ണമേഖല, മിതോഷ്ണ മേഖല, ശൈത്യമേഖല. ഓക്കെ ആണല്ലോ. ഇതാണ് താപീയ മേഖലകളുടെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. താപീയ മേഖലകളുടെ ക്ലാസിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞു, താപീയ മേഖലകളല്ലാതെ കാലാവസ്ഥാ മേഖലകളുടെ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ 3 കാര്യങ്ങൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോ ഇതാണ് ഇവിടെ കാലാവസ്ഥാ മേഖലകളെ കുറിച്ചും താപീയ മേഖലകളെ കുറിച്ചുള്ള ഒരു ടേബിള്. നമ്മൾ ജസ്റ്റ് ആ പേരുകൾ കൊടുത്തു. മധ്യരേഖ കാലാവസ്ഥാ മേഖലകളുണ്ട്, ഉഷ്ണ മരുഭൂമികൾ വരുന്നുണ്ട്, തുന്ദ്ര മേഖലയാണ് കാലാവസ്ഥാ മേഖലകളിൽ വരുന്നത്. എന്നാൽ താപീയ മേഖലകളിൽ എങ്ങനെയാണ്? ശൈത്യമേഖല വരുന്നുണ്ട്, മിതോഷ്ണ മേഖല വരുന്നുണ്ട്, ഉഷ്ണമേഖല വരുന്നുണ്ട് അല്ലെ? ഓക്കെ. അപ്പൊ അതിന്റെ ഒരു എത്ര ഡിഗ്രീസ് ആണ് എന്നുള്ളത് ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് എന്തായാലും ഇനി അടുത്ത ചാപ്റ്ററിൽ കാണാം. നിങ്ങൾക്ക് ഈ ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്ത് അറിയിക്കുക. ഓക്കെ, താങ്ക് യു.